ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഒന്നുമല്ല, ഒരു ചെറിയ ടിപ്പാണ്. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഹാങ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഹാങ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. നിങ്ങളുടെ മൊബൈൽ ഒന്ന് ഫാസ്റ്റ് ആവുന്നതാണ്. ആദ്യമായിട്ട് നിങ്ങളുടെ മെനു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതുപോലെ വരും. ഇതെല്ലാം ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഒഴിവാക്കി കൊടുക്കുക, ഡിലീറ്റ് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ ഡിലീറ്റ് ഈ കാണുന്ന ബട്ടൺ അടിച്ചു കൊടുത്താലും മതി. രണ്ടാമതായിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് മോർ എന്ന സെറ്റിങ്സ് എടുക്കുക. അതിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് കാണാം. ഈ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അബൌട്ട് ഡിവൈസിൽ പോയിട്ട് ബിൽഡ് നമ്പർ എന്ന് കാണാം. ഇതുപോലെ ബിൽഡ് നമ്പർ കാണാം. ഇതിൽ 3-4 പ്രാവശ്യം ടച്ച് ചെയ്യുക. ഒരു 4-5 പ്രാവശ്യം ടച്ച് ചെയ്തതിനു ശേഷം നേരെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഡെവലപ്പർ ഓപ്ഷൻ കാണാവുന്നതാണ്. ഈ ഡെവലപ്പർ ഓപ്ഷൻ പോയി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് പോവുക. ഇവിടെ നിങ്ങൾക്ക് കാണാം വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ എന്നത്. മിക്കവാറും നിങ്ങളുടെ മൊബൈലിൽ ഈ വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ 1x എന്നായിരിക്കും. നിങ്ങളത് 0.5x എന്നാക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം രണ്ടാമത് ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ എന്ന് കാണാം. അതും അതുപോലെ 0.5x എന്നാക്കി കൊടുക്കുക. അതുപോലെ ആനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ എന്ന് കാണാം. അതും 0.5x എന്നാക്കി കൊടുക്കുക. അതിനുശേഷം നേരെ ബാക്കിലോട്ട് പോവുക. വീണ്ടും മെനു ബട്ടൺ നെക്കി പിടിക്കുക. ഈ കാണുന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ റാം എന്ന് കാണാം. ഇപ്പോൾ എൻ്റെ റാമിൽ 663 MB യൂസ് ആയിട്ടുണ്ട്. നിങ്ങളതും ഏകദേശം റാം ഫുള്ളായി കാണും. അപ്പോൾ നിങ്ങൾ ഈ ക്ലിയർ മെമ്മറി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 13 ആപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ടുണ്ട്. അതുപോലെ 1-2 പ്രാവശ്യം ക്ലിയർ ചെയ്യുക. അതുപോലെ ഈ ക്ലിയർ ഡിഫാൾട്ട് എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിൽ കാണാം ഒരുപാട് പ്രോഗ്രാമുകൾ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടാത്തതെല്ലാം ഒന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഈ റാമിൽ ഒന്നുകൂടി പോവുക. ഒന്നുകൂടി ക്ലിയർ മെമ്മറി ചെയ്യുക. അതിനുശേഷം ബാക്കിലോട്ട് പോവുക. നിങ്ങളുടെ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ ഹാങ്ങിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്, ഒന്ന് സ്പീഡാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അറിയുന്നവർ ശ്രമിക്കുക, അറിയാത്തവർ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എല്ലാവർക്കും എത്തിക്കുക.